നമ്മുടെ പ്രതിനിധി റാഫി കരീം കൂടിയുണ്ട്. ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നാണ് റാഫി ഉള്ളത്. അവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ആശുപത്രിയിൽ ആരൊക്കെയാണ് ഉള്ളത്? മുതിർന്ന നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്ന് നേരത്തെ വിപിൻ പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് റാഫി? അനുജ, അല്പസമയം മുൻപാണ് ഔദ്യോഗികമായി ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഈ സമയം അദ്ദേഹത്തിൻ്റെ മക്കൾ ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ അബ്ദുൽ ഗഫൂർ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും ഈ സമയം ആശുപത്രിയിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങിയതിന് ശേഷം പിന്നീട് അല്പസമയം മുൻപ് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിരുന്നു. ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത്. പിന്നീട് അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ദീർഘകാലമായി അദ്ദേഹം ഈ അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. എറണാകുളം ലേക്ക് ആശുപത്രിയിലായിരുന്നു വളരെ ദീർഘകാലമായി ചികിത്സയിലുണ്ടായിരുന്നത്. ഇതിനുശേഷം അദ്ദേഹം ആരോഗ്യസ്ഥിതി അല്പം മോശമായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ ആരോഗ്യസ്ഥിതിയെല്ലാം വീണ്ടെടുത്ത് തിരികെ വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഏകദേശം 6 മാസം മുൻപ് യൂത്ത് ലീഗിൻ്റെ ഒരു ക്യാമ്പ് എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ കല്ലൂർ ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് ഉദ്ഘാടകനായി അദ്ദേഹം എത്തുന്നത് കണ്ടു. അങ്ങനെ പൊതുവേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടും അതീവ ഗുരുതരാവസ്ഥയിലാകുന്നത്. ശ്വാസകോശ സംബന്ധമായി ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് ലേക്ക് ഷോറിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഈ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം വളരെ മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അല്പസമയം മുൻപ് അദ്ദേഹം മരണത്തിന് കഴിയുന്നത്. എന്തായാലും നമുക്ക് ഈ ഇബ്രാഹിം കുഞ്ഞിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം MSFിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. എറണാകുളം ജില്ലയിൽ MSFിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. പിന്നീട് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്നു. യൂത്ത് ലീഗിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായി മാറുന്നു. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ ഭാഗമാകുന്നു. മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും പ്രസിഡന്റ് സ്ഥാനത്തും അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതിനുശേഷമാണ് സംസ്ഥാന ലീഗ് നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഇതിനിടയിൽ മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് 2001 അദ്ദേഹം മത്സരിക്കുന്നു, അവിടെ വിജയിക്കുന്നു. പിന്നീട് 2005 മത്സരിക്കുന്നു, വിജയിക്കുന്നു. ഒടുവിൽ 2005 കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി സ്ഥാനം രാജിവെക്കുമ്പോൾ VK ഇബ്രാഹിം കുഞ്ഞ് ഒരു വർഷക്കാലത്തേക്ക് വ്യവസായ മന്ത്രിയാകുന്നു. 2005 ജാനുവരി മുതൽ 2006 മെയ് മാസം വരെയാണ് VK ഇബ്രാഹിം കുഞ്ഞ് വ്യവസായ മന്ത്രിയായിരുന്നത്. അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് വലിയ പ്രതിസന്ധി വ്യവസായങ്ങൾ നേരിടുന്ന സമയത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് വ്യവസായങ്ങളുടെ പ്രതിസന്ധി പരിഹരിച്ച് മലിനീകരണ പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നിർണായകമായ പല നീക്കങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ വ്യവസായ മന്ത്രിയായിരുന്ന സമയത്ത് ഇബ്രാഹിം കുഞ്ഞ് പ്രവർത്തിക്കുന്നത്. പിന്നീട് മട്ടാഞ്ചേരി മണ്ഡലം കൊച്ചി മണ്ഡലമാക്കി മാറ്റുന്നു. അപ്പോഴാണ് കളമശ്ശേരി മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. ആ കളമശ്ശേരി മണ്ഡലം രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യ MLA ആയാണ് ഇബ്രാഹിം കുഞ്ഞ് മാറുന്നത്. അന്ന് 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് VK ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചു കയറുന്നത്. മട്ടാഞ്ചേരി മണ്ഡലത്തിലെ അവസാന MLAയും VK ഇബ്രാഹിം കുഞ്ഞായിരുന്നു. മട്ടാഞ്ചേരി മണ്ഡലം പിന്നീട് കൊച്ചി നിയോജക മണ്ഡലമായി മാറുന്നു. പിന്നീട് കളമശ്ശേരിയിൽ നിന്ന് വീണ്ടും ഇബ്രാഹിം കുഞ്ഞ് വിജയിക്കുന്നു. അന്ന് 12000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. അങ്ങനെ വിജയിച്ചു കയറി ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയായാണ് മാറുന്നത്. ലീഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറുന്നു. മലബാറിന് പുറത്ത് ലീഗിൻ്റെ മുഖം, മലബാറിന് പുറത്ത് ലീഗിൻ്റെ ഒരു മന്ത്രി, മധ്യ കേരളത്തിൽ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നീ നിലകളിലേക്ക് പിന്നീട് ഇബ്രാഹിം കുഞ്ഞ് മാറുന്നതാണ് കണ്ടത്. പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്താണ് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും VK ഇബ്രാഹിം കുഞ്ഞ് ചെയ്യുന്നത്. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് പൊതുമരാമത്തിൻ്റെ സേവനങ്ങൾ അതിനെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം 14 ജില്ലകളിലും മോണിറ്ററിംഗ് സെല്ലുകളും ലാബുകളും സ്ഥാപിക്കുന്നു. അങ്ങനെ പല തരത്തിൽ പല രീതിയിൽ ആ വകുപ്പിനെ നവീകരിച്ചാണ് VK ഇബ്രാഹിം കുഞ്ഞ് ആ മന്ത്രിയായി ഇരുന്ന് ആ കാലം പൂർത്തിയാക്കുന്നത്. എന്തായാലും പിന്നീട് അദ്ദേഹം 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മകനായ അബ്ദുൽ ഗഫൂർ ആയിരുന്നു അദ്ദേഹത്തിന് പിൻഗാമിയായി എത്തിയത്. എന്തായാലും പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി. ഈ നേതൃത്വത്തിൽ നിന്ന് മാറി ഏറ്റവും ഒടുവിൽ അദ്ദേഹം വഹിച്ചിരുന്ന പദവി മുസ്ലിം ലീഗിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെല്ലാവരും തന്നെ ഈ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്നുള്ള നടപടികൾ അത് ഏത് നിലയിലാണ് എന്നുള്ളത് അല്പസമയത്തിനകം കുടുംബം അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് പൊതുദർശനമുണ്ടാകും. നാളെ സംസ്കാരം
സംസ്കാരം എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങൾ. അത് മാറ്റം വരും, കുടുംബവും മറ്റും ആലോചിച്ചതിന് ശേഷമായിരിക്കും അതിൽ മാറ്റം വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ പല നേതാക്കളും ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പൊതുദർശനം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതി, മകൻ്റെ വസതിയുള്ളത്, അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം താമസിച്ചിരുന്നത് ആലുവയിലെ മകൻ്റെ വസതിയിലായിരുന്നു. ആ വസതിയിൽ വച്ചായിരിക്കും പൊതുദർശനം എന്നുള്ള വിവരങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, അതാണ് തുടർച്ചയായി 4 തവണ അദ്ദേഹം MLA ആയി. 2001 മട്ടാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്, 2006 മട്ടാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്, പിന്നീട് 2011 കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ പ്രഥമ ജനപ്രതിനിധിയായി. 2011 2016 അദ്ദേഹം കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തി. അത് ഒരു മണ്ഡലത്തിൻ്റെ പ്രഥമ ജനപ്രതിനിധിയാവുക എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. ആ വെല്ലുവിളികളെല്ലാം സധൈര്യം അദ്ദേഹം ഏറ്റെടുത്ത് വിജയകരമായി തന്നെ പദ്ധതികൾ നടപ്പാക്കി എന്നുള്ളതാണ്. വികസന പദ്ധതികൾ ഉൾപ്പെടെ ഒരു ആസ്ഥാനം പോലും ഉണ്ടാകാതിരുന്ന സമയത്ത് അതിനൊക്കെയുള്ള സ്ഥലം കണ്ടെത്തുകയും അതെല്ലാം അദ്ദേഹം ലഭ്യമാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മട്ടാഞ്ചേരിയെ സംബന്ധിച്ചും അവിടുത്തെയും വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി എന്നുള്ളതാണ്. ജലദൗർലഭ്യം ഉൾപ്പെടെ ഒട്ടേറെ പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിലും ഉണ്ടായിരുന്നു. അതിനെല്ലാം പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കൂടാതെ വ്യവസായ മന്ത്രിയായിരിക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, മലിനീകരണവുമായി ബന്ധപ്പെട്ട് അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരെ ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുകയും ഇടപെടലുകൾക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയും അദ്ദേഹം ഒട്ടേറെ വെല്ലുവിളികൾ ഏറ്റെടുത്തു. എന്നാൽ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ കരിനിഴൽ വീഴ്ത്തിയ ഒരു സംഭവമാണ് എന്നതിലും തർക്കമില്ല. അല്പസമയം മുൻപാണ് VK ഇബ്രാഹിം കുഞ്ഞ് എന്ന മുൻ മന്ത്രിയുടെ അന്ത്യം സ്ഥിരീകരിച്ചത്. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി അർബുദ രോഗബാധിതനായിരുന്നു. പിന്നീട് ഇപ്പോൾ വൃക്ക സംബന്ധിയായ അസുഖം കൂടി അദ്ദേഹത്തിന് ബാധിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അല്പസമയം മുൻപ് അന്ത്യം സംഭവിച്ചു എന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ, ഒപ്പം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു എന്നതാണ് നമ്മുടെ പ്രതിനിധികൾ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.